ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിലെ ഉത്സവം ആറാട്ട് മഹോത്സവത്തോടെ സമാപിച്ചു. പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിലെ ഉത്സവം ആറാട്ട് മഹോത്സവത്തോടെ ഭക്തി സാന്ദ്രമായി പര്യവസാനിച്ചു. മാർച്ച് 3 തുടങ്ങിയ മഹോത്സവമാണ് 14 ആറാട്ട് മഹോത്സവത്തോടെ സമാപിച്ചത്. ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി പുലർച്ചെ 7:05 കൂട്ടവിടിയും തുടർന്ന് ശ്രീബലിയും പറയെടുപ്പും നടന്നു. വൈകിട്ട് 4:30 മുതലായിരുന്നു പകൽപൂരം. പകൽപൂരത്തിന്റെ ഭാഗമായി മേജർ സെറ്റ് പഞ്ചവാദ്യവും ഉണ്ടായിരുന്നു. പല്ലാവൂർ ശ്രീധരന്മാരും സംഘവുമാണ് മേജർ സെറ്റ് പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകിയത്. ജൗഷൽ ബാബുവും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളവും ഏറെ ഹൃദ്യമായിരുന്നു. പാലക്കാട് ബാലസുബ്രഹ്മണ്യം പല്ലശനയുടെ സ്പെഷ്യൽ നാദസ്വരം കൂടുതൽ മിഴിവേകി. വൈകിട്ട് 5:30 നടപ്പന്തലിൽ കോലാട്ടം അരങ്ങേറി. 6:30 ക്ഷേത്ര മൈതാനത്ത് ചാക്യാർകൂത്തും നടന്നു. രാത്രി 8 ഹൈസ്കൂൾ മൈതാനത്ത് കൊച്ചിൻ തരംഗിന്റെ മെഗാ ഷോ അരങ്ങേറി. രാത്രി 8 മണിക്ക് ക്ഷേത്ര മൈതാനത്ത് സംഗീത കച്ചേരി അരങ്ങേറി. പട്ടണക്കാട് സ്വരാജും സംഘവും ആണ് സംഗീത കച്ചേരിക്ക് നേതൃത്വം നൽകിയത്. രാത്രി 9 ദീപാരാധനയും തുടർന്ന് കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരുന്നു. സ്വർണ്ണക്കുംഭത്തിൽ കാണിക്കയിടയിൽ പ്രധാനമായിരുന്നു. രാത്രി 9:15 ശ്രീ ഭവാനീശ്വരന് പുഷ്പാഭിഷേകവും രാത്രി 1 മണിക്ക് ആറാട്ടിന് പുറപ്പാടുമായിരുന്നു. അഴകിയകാവ് ക്ഷേത്രത്തിൽ ആറാട്ട് കഴിഞ്ഞ് പഞ്ചവാദ്യം, ചെണ്ടമേളം, സ്പെഷ്യൽ നാദസ്വരം എന്നീ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് തിരിച്ചെഴുന്നള്ളിപ്പുണ്ടായിരുന്നത്. വൈകിട്ട് 4:30 മുതൽ ആറാട്ട് എതിരേൽപ്പ് പറയും നടന്നു. ഈ വർഷത്തെ പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിലെ മഹോത്സവം ആറാട്ട് മഹോത്സവ ദിനമായി ഇന്നത്തെ പരിപാടികളോടുകൂടി പൂർണ്ണമാവുകയാണ്. നാളെ നേരം വെളുത്ത് കൊടിയിറക്കുന്നതോടുകൂടി 12 ദിവസം നീണ്ടുനിന്ന ഉത്സവ പരിപാടി പൂർണ്ണമാവുകയാണ്. കൊടിയേറ്റ് ദിനം 4-ാം തീയതി ആണ് കൊടിയേറിയെങ്കിൽ പോലും ശ്രീ ഭവാനീശ്വര ക്ഷേത്രത്തിൽ ഒരു ദിവസം മുമ്പേ ധ്വജപ്രതിഷ്ഠാ മഹോത്സവം കൂടിയുള്ളതിനാൽ 12 ദിവസത്തെ ഉത്സവമാണ് യഥാർത്ഥത്തിൽ ശ്രീ ഭവാനീശ്വര ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഏതായാലും അതിന്റെ ആരംഭം മുതൽ ഇപ്പോൾ ആറാട്ട് മഹോത്സവ ദിനം വരെ വന്നെത്തി നിൽക്കുമ്പോൾ പൂർവാധികം ഭംഗിയായി തന്നെ ഇന്നേ ദിവസം വരെ ക്ഷേത്രോത്സവം കൊണ്ടാടുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഈ ദേശവാസികളുടെ എല്ലാവരുടെയും, അത് ജാതി മത ഭേദമന്യേ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സഹകരണവും പ്രോത്സാഹനവും പിന്തുണയും ഒക്കെ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്ര ഭംഗിയായി, ഒരു പ്രശ്നവുമില്ലാതെ ഭംഗിയായി ഉത്സവം കൊണ്ടാടുവാൻ വേണ്ടി സാധിച്ചത്. അതിലെടുത്തു പറയേണ്ടത് ഈ തവണത്തെ പൂയ മഹോത്സവം എന്തുകൊണ്ടും വളരെ ഭംഗിയായിരുന്നു. അത് രാവിലെ നടന്ന കുട്ടികളുടെ അഭിഷേക കാവടിയാണെങ്കിലും വലിയ ജനകീയ പങ്കാളിത്തമാണ് ഈ അഭിഷേക കാവടിയിലുണ്ടായിരുന്നത്. വൈകുന്നേരം നടന്ന 2 ഭാഗങ്ങളിൽ നിന്നും, വടക്കും ഭാഗത്തു നിന്നും തെക്കും ഭാഗത്തു നിന്നും അവിടെ നിന്നും വന്ന കാവടി ഘോഷയാത്രയാണെങ്കിലും ഒന്നിനൊന്ന് മികച്ച കാവടി ഘോഷയാത്രയാണ് ഇത്തവണ ഇവിടെ ഉണ്ടായത്. വളരെ മത്സരബുദ്ധിയോടുകൂടി നടത്തിയ കാവടി ഘോഷയാത്ര കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളും വാദ്യമേളങ്ങളും ഒക്കെ അണിനിരത്തി വളരെ നയനമനോഹരമായിട്ടുള്ള കാവടി ഘോഷയാത്ര ഇവിടെ എത്തിച്ചേർന്ന ജനങ്ങൾക്ക് അഭിനന്ദിക്കാൻ വേണ്ടി സാധിച്ചു. ഇപ്പോൾ 2 ദിവസത്തെ ഗജയൂട്ട് ഇന്നും ഇന്നലെയുമായി നടന്നു. അങ്ങനെ പള്ളിവേട്ട മഹോത്സവ ദിനത്തിലും അതേപോലെ തന്നെ ആറാട്ട് മഹോത്സവ ദിനത്തിലും ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ട് ആനയൂട്ട് മാത്രമല്ല, ആ ആനയുടെ പാപ്പാന്മാർക്കുള്ള സ്വീകരണവും അവർക്ക് വേണ്ടുന്ന പാരിതോഷികവും ഒക്കെ നൽകിയാണ് 2 ദിവസമായി ഈ ആനയൂട്ട് എന്ന ഒരു ചടങ്ങ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഏതായാലും പള്ളിവേട്ട മഹോത്സവ ദിനം, ഇന്നലത്തെ പള്ളിവേട്ട മഹോത്സവ ദിനത്തിൽ വലിയ ജനകീയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലമത്ര പരിശോധിച്ചാൽ ഈ പള്ളിവേട്ട മഹോത്സവം നടക്കുന്ന ചടങ്ങെടുക്കുമ്പോൾ ഒരു 1 മണി സമയം, 1.5 മണി സമയമാണ്. വലിയ ജനകീയ പങ്കാളിത്ത ആ സമയത്ത് ഉണ്ടാവാറില്ല. പക്ഷേ അഭൂതപൂർവമായ തിരക്ക് ഇന്നലെ, പ്രത്യേകിച്ച് യുവജനങ്ങൾ ഒക്കെ, യുവാക്കളടക്കമുള്ള ജനങ്ങൾ തടിച്ചുകൂടുന്ന ഒരു ചടങ്ങായി പള്ളിവേട്ട മഹോത്സവ ദിനം ഇന്നലെ മാറി എന്നുള്ളത് ഒരു എടുത്ത് കാണേണ്ട ഒരു വസ്തുതയാണ്. ഏതായാലും ഇന്നത്തെ ഈ 7ഓളം
ഗജവീരന്മാർ അണിനിരക്കുന്ന പൂരത്തോടുകൂടി ഇന്നത്തെ ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.